ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ബിലേറ്റഡ് ഹാപ്പി ഓണം. ഇന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി സദ്യ പ്രിപ്പയർ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. അതായത് കുറച്ച് കറികൾ എല്ലാവരും കൂടി ഉണ്ടാക്കി ഇവിടെ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചു, ഓണസദ്യ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ വ്ളോഗിൽ. അപ്പോൾ നിങ്ങൾ തുടർന്ന് ഈ വ്ളോഗ് കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ. എല്ലാവരും വിളിക്കണു. മുതിർന്ന ആൾക്കാരുണ്ട്. എല്ലാരും കൂടി ഇരിക്കും അവിടെ. ഇരിക്കണം, അതാണോ ഓണോ സദ്യ എന്ന് പറഞ്ഞോ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇവിടെ. നീയാണ് ഏറ്റവും ചെറുതില്, അപ്പൊ ഏറ്റവും ചെറിയ ആളാണ് കറി വിളമ്പി തുടങ്ങേണ്ടത്. ഞാൻ ഉപ്പിടാം. ഉപ്പ് ഏത് സൈഡ് ഇടുക? ഞാൻ ഇങ്ങനെ എടുക്കാറില്ല, ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് എടുക്കാം. അതിന്റെ കാണാണ്ട് എന്താ മുഖത്ത് നോക്കി പറയാനുള്ളത്? നല്ലൊരു ഓണം. ഇരിക്കെല്ലാരും. ആ, സീറ്റ് പിടിച്ചോ, കസേര കളി. എവിടെയാ പോണ? എല്ലാരും പോയാ? എബിനെ എങ്ങോട്ടാ പോണ? അവിടെയാണോ? ഓക്കെ, അപ്പൊ ഞാൻ അവിടെ മടക്കാം. അയ്യോ, ഇങ്ങനെ എങ്ങനെ കഴിക്കുക? വീഴൂ. എങ്ങനെ കഴിച്ചിട്ട് ഞാൻ എങ്ങനെ ഞാൻ ലാസ്റ്റ് കഴിച്ചു, ഞാൻ ഓർക്കുന്നില്ല. ഇനി ഇത് കഴിഞ്ഞ കലാപരിപാടികളുണ്ട് കേട്ടോ. നോയൽ നേതൃത്വം നൽകുന്ന കലാപരിപാടികൾ. യൂനോ ഒന്നല്ല, ഓണത്തിന് ആരും യൂനോ കളിക്കണേ. ഓണത്തിന് സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്നൊക്കെയാണ് വിചാരിക്കണം. വലിയ കളികൾ മാത്രം കൂട്ടി. അതാണ് ദഹിക്കാൻ വേണ്ടിട്ടാ ഇതിനൊക്കെ കളിപ്പിക്കണ. അല്ലെങ്കിൽ ഇങ്ങനെ ചത്തിരിക്കും. ഓ, അത് പറ്റില്ല. ഇങ്ങോട്ട് ഏതോ ഒരു പാലത്തിന്റെ താഴെ ഒരു പാർക്കുണ്ട്. പാലത്തിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങോട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോണേ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട്. ബാക്കിൽ 2 വണ്ടികളും കൂടി ഉണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എത്ര ഇതുള്ള സദ്യ നമ്മൾ കഴിച്ചാൽ? എത്ര ഉണ്ടായിരുന്നു നോക്കണമല്ലോ. 16 ആയിട്ടുണ്ടായിരുന്നു. 16 18 ചിപ്സ് ഒക്കെ കൂട്ടിയോ? ചിപ്സ്, ഉപ്പ്. സദ്യ പറയുമ്പോ പിന്നെ അങ്ങനെ തന്നെയല്ലേ? ഉപ്പ് കൂട്ടും. പിന്നെ സദ്യ നീ ഇത്ര കൂട്ടും സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പറയാ അവര്? ഞാൻ സദ്യ തന്നെ പറയാറ്. എനിക്ക് അതിനെ കുറിച്ച് വിവരമില്ല. ഇന്ന് നീ പഠിച്ചു സദ്യ എങ്ങനെയാണ് വിളമ്പണേ. അതെ അതെ അതെ, അല്ലാണ്ട് പ്രൗഡ് സദ്യ വിളമ്പിയായി. അങ്ങനെ ഞങ്ങൾ വരിയായി ഫോട്ടോ എടുക്കാനായിട്ട് പാർക്കിൽ പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോ എന്താ ഒറ്റ ദിവസം ഇല്ലാത്ത ആൾത്തിരക്ക് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ആൽബർട്ട് ലെജിസ്ലേറ്റീവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ബാക്കിലുള്ള എല്ലാവരും ഉണ്ട്. ഇവിടെ ഒരാളും ഇല്ല. എന്താ കുട്ടി? നമ്മൾ എവിടെ നിന്നാ ഫോട്ടോ എടുക്കുന്നത്? എവിടെ വെളിച്ചമുള്ളത് നോക്ക്. വെളിച്ചം പോയി.
അവിടെ ആ നേരെ മരത്തിന്റെ ആ. അവിടെ പോ. ഇവിടെന്തോ പരിപാടിയൊക്കെ നടക്കുന്നു. ഇവരോർക്കും ഏതോ ഭൂഖണ്ഡത്തിൽ വന്ന രാജാക്കന്മാരും പറയണേ ആൾക്കാർ വിചാരിക്കും ഏതോ ഭൂഖണ്ഡത്തിൽ നിന്ന് വന്ന രാജാക്കന്മാരും. ഓക്കെ എല്ലാരെയും ഒന്ന് പുച്ഛിച്ച് നടന്നാൽ മതി. നമ്മുടെ മുഖത്തുനിന്ന് അങ്ങോട്ട് പുച്ഛം വേണം, മനസ്സിലായോ? ഇതിലല്ലേ എല്ലാരും നോക്കുന്നുണ്ട് എന്റെ. രാജാവിന് വഴിയൊരുക്കും. ആ ഉവ്വ. ആ അവിടെ എന്തായി? കരോളാ? ജാപ്പനീസ് ഡാൻസർ. നല്ലത് നമ്മള് പോസ്റ്റ് ചെയ്യണം, അല്ലാതെ ശരി ടൈം എടുത്താൽ നല്ലൊരു നീ നോക്ക് ഏതായാലും നോക്കണ്ട, പ്രൊഫഷണലി നോക്കണോ? എല്ലാത്തിലും നോക്കിയോ. ഓക്കെ നല്ല വ്യക്തമുണ്ടല്ലേ? പൊളിച്ച് ഇനി അടുത്ത കപ്പൽ എനിക്കിപ്പോ സ്വിച്ച് ചെയ്താന്ന് പറഞ്ഞു കൊടുക്കണം ഫോട്ടോഗ്രാഫർ. ഇത് ആ നിങ്ങളെ ഇച്ചിരിയും കൂടെ കയറി വന്നേ. ആ ആ അവിടെ നിൽക്കട്ടെ മതി. ഗൈസ്, അങ്ങനെ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാത്രി 9 മണിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഫ്രണ്ട്സ് കുറച്ച് പേര് പോയി, കുറച്ച് പേര് ഇപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.